Hi students. Expressing discrete time signal as a summation of impulses. That is the topic. That means we can express any discrete time signal as a summation of impulses. Impulses in the summation item നമുക്ക് discrete time signal നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും represent ചെയ്യാൻ പറ്റുന്നതാണ്. അതെങ്ങനെ പ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ്. നിങ്ങൾക്ക് ചിലപ്പം കുറച്ച് ടഫായിട്ട് തോന്നിയിരിക്കും, പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. Any discrete time signal can be expressed as a summation of impulses. ഇത് പലതിൻ്റെയും ബേസിക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് തറവായിട്ട് പഠിക്കണം. Any discrete time signal can be expressed as a summation of impulses. Let x of n equal to discrete time signal. X of n ഒരു discrete time signal ആണെന്ന് വിചാരിക്കാം. Then del of n is equal to unit impulse signal. എന്താ യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ? യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇമ്പൾസ് മാത്രമേ ഉണ്ടാവും. എക്സ് ഓഫ് സീറോയിൽ മാത്രം 1 ആയിട്ടുള്ള, ബാക്കിയെല്ലാം 0 ആയിട്ടുള്ള ഒരു സിഗ്നലിനാണ് നമ്മൾ എന്താ പറയുക, യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ തന്നെ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും. യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ എന്ന് പറയാം. മനസ്സിലായോ? അപ്പം യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് ഡെൽ ഓഫ് എൻ ആണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇനി ഡെൽ ഓഫ് എൻ എന്ന് പറഞ്ഞ സാധനം യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ ആണ്. നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡെൽ ഓഫ് എൻ എന്താണ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡെൽ ഓഫ് എൻ ഈക്വൽ ടു യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ. ഡെൽ ഓഫ് എൻ മൈനസ് കെ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിലേഡ് യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ ഓർ ഡിലേഡ് ഇമ്പൾസ് സിഗ്നൽ. ഡിലേഡ് ഇമ്പൾസ് സിഗ്നലാണ് ഡെൽ ഓഫ് എൻ മൈനസ് കെ എങ്കിൽ ആണെന്ന് വിചാരിക്കും. അപ്പം ഡെൽ ഓഫ് എന്നും ഡെൽ ഓഫ് എൻ മൈനസ് കെ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഡെൽ ഓഫ് എൻ എന്ന് പറഞ്ഞാൽ ഇമ്പൾസ് സിഗ്നൽ, യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ. ഡെൽ ഓഫ് എൻ മൈനസ് കെ എന്ന് പറഞ്ഞാൽ ഡിലേഡ് ഇമ്പൾസ് സിഗ്നൽ. ഡെൽ ഓഫ് എൻ ഈക്വൽ ടു 1. ഡെൽ ഓഫ് എൻ എന്താണെന്നാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഡെൽ ഓഫ് എൻ ഈസ് ഈക്വൽ ടു 1 വെൻ എൻ ഈസ് ഈക്വൽ ടു 0. അല്ലേ? ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇവിടെ എൻ ഈക്വൽ ടു 0. 1ലും 2ലും 3ലൊക്കെ എന്തായിരിക്കും? 0 ആയിരിക്കും. -1ലാണെങ്കിലും -2ലാണെങ്കിലും -3ലൊക്കെ 0 ആയിരിക്കും. എവിടെ മാത്രമേ 1 ഉണ്ടാവുള്ളൂ? n ഈസ് ഈക്വൽ ടു 0ൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? 0 ഉണ്ടാവുള്ളൂ. അപ്പം അതാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഡെൽ ഓഫ് എൻ ഈസ് ഈക്വൽ ടു 1 വെൻ എൻ ഈസ് ഈക്വൽ ടു 0. n 0 ആയിരിക്കും മാത്രം ഡെൽ ഓഫ് എൻ 1 ആയിരിക്കും. ആൻഡ് ഡെൽ ഓഫ് എൻ ഈസ് ഈക്വൽ ടു 0 വെൻ n നോട്ട് ഈക്വൽ ടു 0. n നോട്ട് ഈക്വൽ ടു 0 അല്ലാത്ത എല്ലാ കേസിലും എന്തായിരിക്കും? ഡെൽ ഓഫ് എൻ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ഡെൽ ഓഫ് എൻ മൈനസ് കെ എന്താണെന്നുള്ളത്. ഡെൽ ഓഫ് എൻ മൈനസ് കെ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിലേഡ് ഇമ്പൾസ് സിഗ്നൽ. ഡിലേഡ് ഇമ്പൾസ് സിഗ്നൽ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇവിടെ നോക്കിയാൽ മതി. ഡെൽ ഓഫ് എന്ന് പറഞ്ഞ സാധനം 0 ആകുമ്പോഴാണ് ആക്ച്വലി എന്താവുക? 1 വരിക അല്ലേ? അപ്പോൾ ഡെൽ ഓഫ് എൻ മൈനസ് കെ എപ്പോഴായിരിക്കും 0 ആവുന്നത്? എന്നിൻ്റെ വാല്യൂയും കെയുടെ വാല്യൂയും ഈക്വൽ ആകുമ്പം, എന്നിൻ്റെ വാല്യൂയും കെയുടെ വാല്യൂയും ഈക്വൽ ആകുമ്പോൾ ഡെൽ ഓഫ് എന്തായിരിക്കും? എൻ മൈനസ് കെ എന്തായിട്ട് മാറും? ഡെൽ ഓഫ് 0 ആയിട്ട് മാറും. അപ്പോൾ ഡെൽ ഓഫ് 0 ഈക്വൽ ടു 1 വെൻ എൻ ഈസ് ഈക്വൽ ടു കെ അല്ലേ? വെൽ del of n minus k is equal to 1 when n equal to k and 0 when n not equal to k. We multiply the signal x of n with the delayed impulse signal del of n minus k. The product is non-zero only at n is equal to k and 0 for all other values. മനസ്സിലായില്ലേ? അപ്പം if we multiply the signal x of n, നമ്മൾ ഒരു del of n ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാതിരിക്കാം. del of n ആയിട്ട് ഒരു എക്സ് ഓഫ് എന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് ഓഫ് എൻ ഇതാണ്. ഒരു മിനിറ്റ്. ഇത് എക്സ് ഓഫ് എൻ ആണെന്ന് വിചാരിക്കുക. ഇത് 9 ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ -0.9 സോറി പ്ലസ് 1.2 ആണെന്നിരിക്കും. 1.2 ആണെന്നിരിക്കാം.
സിഗ്നൽ ഉണ്ട്. ഇത് എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞ സിഗ്നൽ. ഇതെന്താണ്? ഡെൽ ഓഫ് എൻ അല്ലേ? അപ്പം ഡെൽ ഓഫ് എന്നും എക്സ് ഓഫ് എന്നും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ കിട്ടാൻ നോക്കി നോക്കൂ. എൻ ഈസ് ഈക്വൽ ടു 0. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താ? 1 ആണ്. ഇവിടെ എക്സ് ഓഫ് 0 എന്താ? 1.2 ആണ്. 1.2 1.2 എന്തായിരിക്കും? അല്ല 1ഉം 1 ഇൻറ്റു 1.2 എന്തായിരിക്കും? 1.2 ആയിരിക്കും അല്ലേ? പിന്നെ ബാക്കിയുള്ള പോകാൻ നോക്കി. ബാക്കി ഡെൽ ഓഫ് എൻ എന്താ? 0 ആണ്. 0 ഇൻറ്റു ഇവിടുത്തെ വാല്യൂ 0 ആയി മാറും, ഇവിടുത്തെ വാല്യൂ 0 ആയിട്ട് മാറും, ഇവിടുത്തെ വാല്യൂ 0 ആയിട്ട് മാറും, ബാക്കി ഇവിടുത്തെ എല്ലാം എന്തായിരിക്കും? 0 ആയിട്ട് മാറും. അപ്പോൾ റിസൾട്ട് സിഗ്നൽ എന്തായിട്ട് കിട്ടും നമുക്ക് നോക്കാം. ഈ രണ്ട് സിഗ്നലും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടാൻ നോക്കി നോക്കൂ. n ഈക്വൽ ടു n എന്ന് പറയുന്ന സ്ഥലത്ത് എന്തായിരിക്കും? ഇവിടെ മാത്രം 1.2, ബാക്കിയെല്ലാം 0 ആയിട്ടുള്ള ഒരു സിഗ്നലായിരിക്കും. റിസൾട്ടൻ സിഗ്നൽ ഇവിടെ 1.2, ബാക്കിയെല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇത് ആക്ച്വലി എന്തിന് ഈക്വലാണ്? എക്സ് ഓഫ് 0ന് ഈക്വലാണ്. അതായത് എക്സ് ഓഫ് 0ന് ഈക്വലാണ് ഏത്? ഡെൽ ഓഫ് എന്നും എക്സ് ഓഫ് എന്നും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? ഡെൽ ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താ? 1.2 ആണ്. ഇപ്പോൾ ഡെൽ ഓഫ് 0ന് ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ ഇഫ് യു മൾട്ടിപ്ലൈ എ സിഗ്നൽ എക്സ് ഓഫ് എൻ വിത്ത് എ ഡിലേഡ് ഇമ്പൾസ് ഡെൽ ഓഫ് എൻ മൈനസ് കെ, ദ പ്രോഡക്റ്റ് ഈസ് എ നോൺ സീറോ അറ്റ് എൻ ഈക്വൽ ടു കെ. പ്രോഡക്റ്റ് നോൺ സീറോ ആവുന്നത് എവിടെ മാത്രമായിരിക്കും? ഡെൽ ഈസ് ഈക്വൽ ടു എൻ ഈസ് ഈക്വൽ ടു കെ ആവുന്ന സ്ഥലത്ത് മാത്രമായിരിക്കും എന്താവുക? പ്രോഡക്റ്റ് നോൺ സീറോ ആവുള്ളൂ. ബാക്കി എല്ലാ കേസിലും എന്തായിരിക്കും? അത് 1 ആയിരിക്കും, 0 ആയിരിക്കും. Also at n equal to k, the value of product signal kth sample of the signal. അപ്പം അവിടെ എന്തായിരിക്കും കിട്ടുന്നത് നമുക്ക്? kth സാമ്പിൾ, അതായത് കെയുടെ വാല്യൂ എന്താണോ ആ സാമ്പിളായിരിക്കും നമുക്ക് കിട്ടുക. ഇപ്പം എക്സ് ഓഫ് 0 ഒരു സാമ്പിൾ കിട്ടിയില്ല. ഇവിടെ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പം എക്സ് ഓഫ് 0 വാല്യൂ എന്താണോ അതായിരിക്കും. മനസ്സിലായില്ലേ? ഇത് ഡെൽ ഓഫ് എൻ മൈനസ് കെ ആണെന്നുണ്ടെങ്കിലോ ഇവിടെ കിട്ടുന്നത് എന്തായിരിക്കും? എക്സ് ഓഫ് കെയിലുള്ള വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ എക്സ് ഓഫ് കെയിലുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. മനസ്സിലാവേണ്ട പറയുന്നത്. കാരണം എന്താണ്? എക്സ് ഓഫ് എന്നിനകത്തുള്ള ബാക്കി എല്ലാ വാല്യൂസും എന്തായിരിക്കും? 0 ആയിരിക്കും, എക്സെപ്റ്റ് എൻ ഈക്വൽ ടു 0. ഡെൽ ഓഫ് എൻ മൈനസ് കെയിലുള്ള എല്ലാ വാല്യൂയും 0 ആയിരിക്കും, എക്സെപ്റ്റ് എൻ ഈസ് ഈക്വൽ ടു കെ. അപ്പം ഡെൽ ഓഫ് എൻ മൈനസ് കെയും എക്സ് ഓഫ് എന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരേ ഒരു സാമ്പിളായി കിട്ടുള്ളൂ. അതെന്തായിരിക്കും? എക്സ് ഓഫ് കെ ആയിരിക്കും അല്ലേ? എന്നിൻ്റെ വാല്യൂയും കെയുടെ വാല്യൂയും ഈക്വൽ ആവുന്ന സമയത്ത് ഉണ്ടാകുന്ന സാമ്പിൾ എന്താണോ അതായിരിക്കും നമുക്ക് കിട്ടുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ kth സാമ്പിൾ ഓഫ് സിഗ്നൽ ആയിരിക്കും എക്സ് ഓഫ് കെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഡെൽ ഓഫ് എൻ ഇൻറ്റു എക്സ് ഓഫ് എൻ ഇൻറ്റു ഡെൽ ഓഫ് എൻ മൈനസ് കെ ഈക്വൽ ടു എക്സ് ഓഫ് കെ എന്ന് നമുക്ക് അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അല്ലേ? ഒരേ ഒരു സാമ്പിളായിരിക്കും നമുക്ക് കിട്ടുന്നത്. So each multiplication of the signal x of n by a unit impulse at some delay in essence picks out the signal value kth of the signal x of n at n equal to k, where unit impulse is non-zero. മനസ്സിലായി നിങ്ങൾക്ക്? അപ്പം നമ്മൾ കെയുടെ വാല്യൂ ഇങ്ങനെ മാറ്റുന്നതനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും? എക്സ് ഓഫ് എന്നിൻ്റെ ഓരോ സാമ്പിളും നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. ഓരോ സാമ്പിൾ ബൈ സാമ്പിളായിട്ട് എടുക്കാൻ പറ്റും. അതായത് ഓരോ പ്രാവശ്യം എക്സ് ഓഫ് എൻ ഇൻറ്റു ഡെൽ ഓഫ് എൻ മൈനസ് കെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഓഫ് കെ കിട്ടും അല്ലേ? അടുത്ത പ്രാവശ്യം നമ്മൾ കെയുടെ വാല്യൂ മാറ്റുകയാണെങ്കിലോ അടുത്ത കെയുടെ എക്സ് ഓഫ് കെ കിട്ടും, ആ വാല്യൂ കിട്ടും. ഇപ്പം ഓരോന്ന് മാറ്റുമ്പോഴും നമുക്ക് എന്ത് കിട്ടും? ഓരോരോ സാമ്പിൾ കിട്ടും. ഫോർ എക്സാമ്പിൾ ഡെൽ ഓഫ് എൻ ഇൻറ്റു എക്സ് ഓഫ് എൻ ഇൻറ്റു ഡെൽ ഓഫ് എൻ മൈനസ് 2 എന്ന് പറഞ്ഞ സാധനം എന്താ കിട്ടുക? എക്സ് ഓഫ് -2 ആ കിട്ടുക നമുക്ക് അല്ലേ? എക്സ് ഓഫ് എൻ ഇൻറ്റു ഡെൽ ഓഫ് എൻ -2 കൊടുക്കുകയാണെങ്കിൽ എക്സ് ഓഫ് -2 ആ നമുക്ക് കിട്ടുക അല്ലേ? അപ്പം നോക്കിയാൽ നിങ്ങൾ ഡെൽ ഓഫ് എൻ മൈനസ് എങ്ങനെ കിട്ടുക? ഇതാണ് n ഈക്വൽ ടു 0, ഇത് -1 -2 കൂടെ വാല്യൂ
ഇതാണ് എന്ത് del of n minus 2. n-ൻ്റെ വാല്യൂ ഇവിടെ ഇതാണ് n equal to 0. ഇതാണ് എന്ത് del of n minus 2 എന്ന് പറഞ്ഞ സാധനം. del of n minus 2 x of n കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എക്സ് ഓഫ് എന്നിനകത്ത് ഏത് സിഗ്നലാണെങ്കിലും ഞങ്ങളുടെ ഏത് സിഗ്നലാണെങ്കിലും ഇവിടെ എല്ലാം 0 ആയതുകൊണ്ട് 1 ഇൻറ്റു ഈ വാല്യൂ എന്താണോ ആ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. ദാറ്റ് മീൻസ് എക്സ് ഓഫ് മൈനസ് 2 മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. മൈനസ് 2 ആണ്, ഇത് 1 ആണ്, n equal to 0 ആണ്, ഇത് 1 ആണ്, 2 ആണ്, 3 ആണ്. അപ്പം del of n minus 0 മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, ബാക്കിയൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ del of n minus 2 n minus 2 ഇൻറ്റു എക്സ് ഓഫ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്ത് കിട്ടും നമുക്ക് എക്സ് ഓഫ് മൈനസ് 2 കിട്ടും. അതുപോലെ എക്സ് ഓഫ് n ഇൻറ്റു del of n minus 1 എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് മൈനസ് 1 കിട്ടും. del of n ഇൻറ്റു del of n minus 0 കൊടുത്തു കഴിഞ്ഞാൽ 0 കിട്ടും. എക്സ് ഓഫ് n ഇൻറ്റു del of n minus 1 കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ഓഫ് 1 കിട്ടും. 2 കൊടുത്താൽ 2, 3 കൊടുത്താൽ അത് മാത്രം കിട്ടും. മനസ്സിലായോ? അപ്പം അങ്ങനെ ഓരോരോ സാമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ ആ സാമ്പിൾ മാത്രമായിരിക്കും കിട്ടുക. കെയുടെ വാല്യൂ ഇങ്ങനെ മാറ്റുന്നതനുസരിച്ച് എന്ത് കിട്ടും നമുക്ക് ആ ഒരു kth സാമ്പിൾ ഓഫ് എക്സ് ഓഫ് എൻ ആയിരിക്കും നമുക്ക് കിട്ടുക. ഫ്രം ദി അബവ് പ്രോഡക്റ്റ് വി ക്യാൻ സേ ദാറ്റ് ഈച്ച് സാമ്പിൾ ഓഫ് എക്സ് ഓഫ് എൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദി പ്രോഡക്റ്റ് ഓഫ് സാമ്പിൾസ് ആൻഡ് ഡിലേഡ് ഇമ്പൾസ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് മനസ്സിലാകുന്നത് എന്താണ്, എക്സ് ഓഫ് kth സാമ്പിളിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും? എക്സ് ഓഫ് എൻ ഇൻറ്റു del of n മൈനസ് കെ എന്ന് എടുത്താൽ കിട്ടും അല്ലേ. അതായത് സെക്കൻഡ് സാമ്പിളിനെ നമുക്ക് എക്സ് ഓഫ് എന്നിൻ്റെ സെക്കൻഡ് സാമ്പിളിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? എക്സ് ഓഫ് എൻ ഇൻറ്റു del of n മൈനസ് 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. തേർഡ് സാമ്പിളിനോ എക്സ് ഓഫ് എൻ ഇൻറ്റു del of n മൈനസ് 3 എന്ന് എടുത്തു. മൈനസ് 2 സാമ്പിൾ കിട്ടണമെന്നുണ്ടെങ്കിലോ എക്സ് ഓഫ് എൻ ഇൻറ്റു del of n മൈനസ് 2 എന്ന് കൊടുക്കണം. അങ്ങനെ ഏത് സാമ്പിളാണോ വേണ്ടത്. അപ്പോൾ എക്സ് ഓഫ് എന്നിൻ്റെ ഓരോ സാമ്പിളിനെയും നമുക്ക് എങ്ങനെ പിക്ക് ചെയ്യാൻ പറ്റും? കെയുടെ വാല്യൂ മാറ്റുന്നതനുസരിച്ച് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം എക്സ് ഓഫ് എന്നിനെ നമുക്ക് എങ്ങനെ എക്സ് ഓഫ് ഇവിടെ എഴുതേണ്ടല്ലേ. സോ എക്സ് ഓഫ് മൈനസ് 2 ഈക്വൽ ടു എക്സ് ഓഫ് മൈനസ് 2 ഈക്വൽ ടു എക്സ് ഓഫ് മൈനസ് 2 ഇൻറ്റു del of മൈനസ് 2 അങ്ങനെ എഴുതാം. എക്സ് ഓഫ് കെ ഇൻറ്റു del of n മൈനസ് 2 എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് എക്സ് ഓഫ് കെ എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? എക്സ് ഓഫ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ സമ്മേഷൻ ആയിരിക്കില്ലേ അല്ലേ, ഓരോ സാമ്പിളിൻ്റെയും സമ്മേഷൻ ആയിരിക്കില്ലേ. ഇത് എക്സ് ഓഫ് 2 അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യാം? എക്സ് ഓഫ് മൈനസ് 1 ആഡ് ചെയ്യാം, എക്സ് ഓഫ് 0 ആഡ് ചെയ്യുക, എക്സ് ഓഫ് 1 ആഡ് ചെയ്യുക. ഇതൊക്കെ കൂടിയ സാധനമാണ് എന്ത് എക്സ് ഓഫ് എൻ അറിയാം. സോ എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പ്ലസ് ഇൻഫിനിറ്റിയിൽ നിന്ന് മൈനസ് ഇൻഫിനിറ്റി വരെയുള്ള എല്ലാ സാമ്പിൾസും കൂടെ ആഡ് ചെയ്തതിൻ്റെ സമ്മേഷനായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? എക്സ് ഓഫ് മൈനസ് 2 ഇൻറ്റു del of n മൈനസ് 2 പ്ലസ് എക്സ് ഓഫ് മൈനസ് 2 ഇൻറ്റു del of n മൈനസ് 2 മൈനസ് 1 മൈനസ് 0 1 2 3 പറഞ്ഞെങ്കിലും എഴുതാൻ പറ്റും. ഓർ വി ക്യാൻ സേ ദാറ്റ് എക്സ് ഓഫ് എൻ ക്യാൻ ബി റെപ്രസെൻറ്റഡ് അറ്റ് സിഗ്മ കെ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. അതായത് കെയുടെ വാല്യൂ മൈനസ് ഇൻഫിനിറ്റിയിൽ നിന്ന് ഇൻഫിനിറ്റി വരെ വേരി ചെയ്യുക. എക്സ് ഓഫ് എൻ ഇൻറ്റു del of n മൈനസ് കെ, എക്സ് ഓഫ് എൻ ഇൻറ്റു del of n മൈനസ് കെ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാമ്പിളിനെയും എക്സ് ഓഫ് എന്നിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ് ഈ ഒരു സാധനം. നമുക്ക് ഇനി വരുന്ന കൺവല്യൂഷൻ എന്നൊക്കെ പറഞ്ഞതിനകത്ത് യൂസ് ചെയ്യേണ്ട സംഭവമാണിത്. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും നല്ല വൃത്തിക്ക് പഠിച്ചിരിക്കണം. മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോളേജിൽ വരുമ്പോൾ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞത് ക്ലാസ്സിൽ നമുക്ക് എടുത്താൽ. പക്ഷെ ഇത് പഠിക്കാണ്ടിരിക്കരുത്, ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് വരുന്നല്ല എൻ്റെ മീനിങ്. എൻ്റെ മീനിങ് ഈ ഒരു സാധനത്തിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ്
Classification of discrete time signal. The discrete time signal can be classified as depending upon the characteristics. Discrete time signal characteristics അനുസരിച്ചിട്ട് നമുക്ക് എന്തൊക്കെയായിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ എനർജി ആൻഡ് പവർ സിഗ്നൽ, പീരിയോഡിക് ആൻഡ് അപീരിയോഡിക് സിഗ്നൽ, സിമെട്രിക് ആൻഡ് ആൻറ്റിസിമെട്രിക് സിഗ്നൽ. സിമെട്രിക് ആൻഡ് ആൻറ്റിസിമെട്രിക്, പീരിയോഡിക് ആൻഡ് അപീരിയോഡിക്, എനർജി ആൻഡ് പവർ സിഗ്നൽ. ഇങ്ങനെ മൂന്നായിട്ട് നമുക്ക് എന്തായിട്ട് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നോക്കാം എനർജി ആൻഡ് പവർ സിഗ്നൽ. എന്താണ് എനർജി സിഗ്നൽ, എന്താണ് പവർ സിഗ്നൽ നോക്കാം. The energy E of a signal x of n is defined as E equal to sigma n is equal to minus infinity to infinity x of n, the magnitude of x of n square. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു സിഗ്നലിൻ്റെ എക്സ് എഫ് എൻ, ഡിസ്ക്രീറ്റ് സിഗ്നലിൻ്റെ എനർജി കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇ ഈസ് ഈക്വൽ ടു സിഗ്മ എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ സ്ക്വയർ. ഇതാണ് എനർജി കാണാനുള്ള ഇക്വേഷനാണ്. ദി എനർജി സിഗ്നൽ മേ ബി ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്. എനർജി എന്തായിരിക്കാം, കണ്ടുപിടിക്കുന്ന എനർജി ഇ എന്ന് പറഞ്ഞ വാല്യൂ ഇറ്റ് മേ ബി ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്. അത് ഫൈനൈറ്റ് വാല്യൂ ആകാം അല്ലെങ്കിൽ ഒരു ഇൻഫൈനൈറ്റ് വാല്യൂ ആകാം. and can be applied to complex valued and real valued signal. ഇത് ഏതിനൊക്കെ അപ്ലിക്കബിൾ ആണ്, കോംപ്ലക്സ് വാല്യൂഡ് സിഗ്നലിനും റിയൽ വാല്യൂഡ് സിഗ്നൽസൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഈ ഇക്വേഷൻസ് എന്ന് പറയും. എനിവേ ഇ ഈസ് ഈക്വൽ ടു എനർജി ഓഫ് എ സിഗ്നൽ ഇ ഈക്വൽ ടു സിഗ്മ എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ മോഡുലസ് ഓഫ് എക്സ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് ഓഫ് എൻ സ്ക്വയർ. ഓക്കെ, അങ്ങനെ കണ്ടുപിടിക്കുന്ന ഇ എന്ന് പറഞ്ഞാൽ ഇറ്റ് മേ ബി ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്. മനസ്സിലായോ? അത് റിയൽ വാല്യൂഡ് സിഗ്നലിനും അപ്ലൈ ചെയ്യാം, കോംപ്ലക്സ് വാല്യൂഡ് സിഗ്നലിനും അപ്ലൈ ചെയ്യാം. ഇനി എന്താണ് എനർജി സിഗ്നൽ? If the energy of a signal is finite, then that kind of signal is known as എനർജി സിഗ്നൽ. ഒരു സിഗ്നലിൻ്റെ എനർജി, നമ്മൾ കാണുന്ന എനർജി ഫൈനൈറ്റ് വാല്യൂ ആണ് തരുന്നതെങ്കിൽ ആ സിഗ്നൽ എന്താണെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും, എനർജി സിഗ്നലാണെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, the average power of a discrete time signal x of n is defined as p is equal to a limit n tends to infinity 1 by 2n sigma n is equal to minus n to n x of n magnitude of x of n square. ഇതാണ് പവർ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. ഇഫ് യു ഡിഫൈൻ ദി സിഗ്നൽ എനർജി ഓഫ് എൻ എക്സ് ഓഫ് എൻ ഓവർ എ ഫൈനൈറ്റ് ഇൻ്റർവൽ. ഇത് പവർ കാണാനുള്ള ഇക്വേഷനാണ് കേട്ടോ, പവർ കാണാനുള്ള ഇക്വേഷനാണ്. ഇനി നമ്മൾ അതിനകത്ത് നിന്ന് എനർജിയും പവറും റിലേറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഇഫ് യു ഡിഫൈൻ ദി സിഗ്നൽ എനർജി എക്സ് ഓഫ് എൻ ഓവർ എ ഫൈനൈറ്റ് ഇൻ്റർവൽ മൈനസ് എൻ ടു എൻ. അപ്പോൾ മൈനസ് ഇതിപ്പോൾ സാധാരണ നമ്മൾ എനർജി കാണുന്നത് എങ്ങനെയാണ്, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ സ്ക്വയർ ആണ്. ഇവിടെ നമ്മളൊരു ഫൈനൈറ്റ് ഇൻ്റർവെല്ലിൽ നമ്മൾ എനർജി കാണുക, ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിനടക്കുള്ള എനർജി ഒരു സിഗ്നലിൻ്റെ കാണുകയാണ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇ എന്ന് സ്പെസിഫൈ ആയിരിക്കുന്നത്. ഈ എന്ന് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഒരു ഫൈനൈറ്റ് ഇൻ്റർവെല്ലിലാണ് കാണുന്നത് എന്നുള്ളതാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അത് ആക്ച്വലി എന്താണ്, സിഗ്മ എൻ ഇസ് ഈക്വൽ ടു എന്നിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി വരെയല്ല, മൈനസ് എൻ ടു എൻ വരെയാണ്. ഇൻ്റർവെൽ എത്ര നമ്മൾ ലിമിറ്റ് ചെയ്തിരിക്കുന്നത്, മൈനസ് എൻ ടു എൻ വരെ. ബാക്കിയുള്ള ഇക്വേഷൻ സെയിം ആണ്, എക്സ് ഓഫ് എൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് ഓഫ് എൻ സ്ക്വയർ. ദെൻ വി ക്യാൻ എക്സ്പ്രസ് ദ സിഗ്നൽ എനർജി ഇ ആസ് എന്താണ്, ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇ എന്ന് പറഞ്ഞാൽ എന്താണ്, നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് ഇ എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സിഗ്മ മൈനസ് എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് ഓഫ് എൻ സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇ ഈക്വൽ ടു ലിമിറ്റ് ഇ എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. കാരണം ഇ എന്ന് പറയുന്നത് എന്താണ്, ഒരു ലിമിറ്റഡ് ഇൻ്റർവെല്ലിനെടുക്കാണ്. ആ എൻ എന്തിലേക്ക് ടെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇ എൻ തന്നെയാണ് നമ്മൾ എന്ത് ഇ എന്ന് പറഞ്ഞാൽ. ഇ എനും ഇയും തമ്മിലുള്ള ഒരേ ഒരു ഡിഫറൻസ് എന്താണ്, ഇ എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ഇൻ്റർവെല്ലിൽ മാത്രമേ കാണുന്നുള്ളൂ, മറ്റേതോ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വരെ കാണുന്നതേ ഉള്ളൂ. സോ ആവറേജ് പവർ ഓഫ് എൻ സിഗ്നൽ ഈസ് പി ഈക്വൽ ടു ലിമിറ്റ്, ബാക്കിയെല്ലാം എന്താണ് സെയിം അല്ലേ, ലിമിറ്റ് 1 by 2n plus 1
n ടെൻസ് ടു ഇൻഫിനിറ്റി ഇ എൻ ആണ് അല്ലേ? ഈ ഇക്വേഷൻ അല്ലേ ഇത്? 1/2n മാത്രമല്ലേ പുറത്തുള്ളൂ, മൈനസ് ഇൻഫിനിറ്റി മൈനസ് n ടു n എക്സ് എഫ് എൻ, അതാണ് പവറിൻ്റെ കാണുന്നത്. അപ്പോൾ ലിമിറ്റ് 1/2n + 1 n ടെൻസ് ടു ഇൻഫിനിറ്റി ഇ എൻ ആണ് എന്ത്? നമ്മുടെ ആവറേജ് പവർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും നോക്കി നോക്കൂ നിങ്ങൾ, സെയിം ആണ് അല്ലേ? ഇവിടെ നിങ്ങൾ 1/2n എന്നുള്ളത് n ടെൻസ് ടു ഇൻഫിനിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? n ടെൻസ് ടു ഇൻഫിനിറ്റി ഇ എൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? പവർ കിട്ടി. അപ്പം പവറിനും ഇതിനും തമ്മിൽ എന്തുണ്ട്? ഒരു റിലേഷൻ ഉണ്ട്. ഇഫ് ഇ ഈസ് ഫൈനൈറ്റ് ദെൻ പി ഈക്വൽ ടു 0. ഇ ഫൈനൈറ്റ് ആണെങ്കിൽ പിയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആണ്. ഇഫ് ഇ ഈസ് ഫൈനൈറ്റ് പി മേ ബി ഇൻഫൈനൈറ്റ്. If p is finite, if p is may be finite or infinite, അല്ല, if e is equal to finite, e finite ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫൈനൈറ്റ് വാല്യൂ തരുന്നെങ്കിൽ പിയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ആ സമയത്ത് സിഗ്നൽ എന്തായിരിക്കും? എനർജി സിഗ്നൽ ആയിരിക്കും, അതിനകത്ത് സംശയമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഫൈനൈറ്റ് ആണെന്നുണ്ടെങ്കിൽ പിയുടെ വാല്യൂ 0 ആയിരിക്കും. ഇഫ് ഇ ഈസ് ഇൻഫൈനൈറ്റ് പി മേ ബി ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്. മനസ്സിലായില്ല? അതിൻ്റെ ഡിഫറൻസ് മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ എനർജി സിഗ്നലും പവർ സിഗ്നലും തമ്മിലുള്ള റിലേഷനാണ്, നമ്മൾ ഇക്വേഷൻ വെച്ച് അത് പ്രൂവ് ചെയ്തു. അപ്പം എനർജിയും പവറും തമ്മിലുള്ള റിലേഷൻ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പം ഈ എനർജി ഓഫ് എ സിഗ്നൽ, ഇ ഓഫ് എ സിഗ്നൽ ഈസ് ഫൈനൈറ്റ്. അപ്പം പി എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ സിഗ്നൽ എന്തായിരിക്കും? പ്യൂർലി എനർജി സിഗ്നലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. എക്സ് എഫ് എൻ ഇസ് എ എനർജി സിഗ്നൽ. ഇഫ് പി ഈസ് ഇൻഫൈനൈറ്റ്, സോറി ഇ ഈസ് ഇൻഫൈനൈറ്റ്, ഈ ഒരു ഇൻഫൈനൈറ്റ് വാല്യൂ തരുന്നെങ്കിൽ പി മേ ബി ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്. പി എന്തായിരിക്കും? ഫൈനൈറ്റോ ഇൻഫൈനൈറ്റോ വാല്യൂ ആയിരിക്കും. ഇഫ് പി ഈസ് ഫൈനൈറ്റ് ആൻഡ് നോൺ സീറോ വാല്യൂ ദെൻ ദ സിഗ്നൽ ഈസ് കോൾഡ് പവർ സിഗ്നൽ. അപ്പം പി എന്ന് പറഞ്ഞ വാല്യൂ ഇൻഫൈനൈറ്റ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ആൻഡ് നോൺ സീറോ വാല്യൂ കൂടി ആണെന്നുണ്ടെങ്കിൽ ദെൻ സിഗ്നൽ ഈസ് കോൾഡ് പവർ സിഗ്നൽ. ഒരു സിഗ്നൽ പവർ സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എനർജി എന്തായിരിക്കും? ഇൻഫൈനൈറ്റ് ആയിരിക്കും. എനർജി തരുന്നത് ഇൻഫൈനൈറ്റ് ആയിരിക്കും. അതുപോലെ പവർ എന്തായിരിക്കും? ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും ആൻഡ് ഇറ്റ്സ് എ നോൺ സീറോ വാല്യൂ ആയിരിക്കും. മനസ്സിലായല്ലേ? ഇനി എക്സാമ്പിൾ ഓഫ് എനർജി സിഗ്നൽസ് ആണ് ഇത്രയും കാണിച്ചിരിക്കുന്നത്. ഈ രണ്ട് സിഗ്നലും നമുക്ക് എക്സാമ്പിൾസ് ഓഫ് എനർജി സിഗ്നലാണ് എഴുതിയേക്കുന്നത്. ഇത് പവർ സിഗ്നൽ. ലാസ്റ്റിലത്തെ രണ്ടും പവർ സിഗ്നൽ. സോ എക്സ് എഫ് എൻ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി മൈനസ് ആൽഫ എൻ എന്ന് പറയുന്നത് ഒരു എനർജി സിഗ്നൽ എക്സാമ്പിളാണ്. എക്സ് എഫ് എൻ ഈക്വൽ ടു ഇ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആൽഫ എൻ ഇൻറ്റു യു ഓഫ് എൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ എനർജി സിഗ്നൽ. എക്സ് എഫ് എൻ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു യു ഓഫ് എൻ എന്ന് പറഞ്ഞാൽ പവർ സിഗ്നൽ. എക്സ് എഫ് എൻ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു സൈൻ 6 പൈ എൻ ടി പ്ലസ് പൈ ബൈ 6 എന്നൊക്കെ ഈ രീതിയിൽ നമ്മൾ എഴുതുന്ന സാധനങ്ങളൊക്കെ പവർ സിഗ്നലാണ്. നമ്മൾ ഇതിനകത്ത് വലിയ ഇമ്പോർട്ടൻസ് കാണിക്കേണ്ട. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? എനർജിയും ഇതും തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കുക, ഇക്വേഷൻസ് നോക്കുക, അതെങ്ങനെ എനർജി സിഗ്നലിനകത്ത് പവർ സിഗ്നലിനായിട്ട് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് നോക്കുക, ഒരു ഫൈനൈറ്റ് ഇൻ്റർവെലിനകത്ത് നമ്മൾ തരുന്ന എനർജി എങ്ങനെയാണെന്ന് നോക്കുക. ഇനി എനർജി ഓഫ് എ സിഗ്നൽ ഇ ഈസ് എ ഫൈനൈറ്റ് വാല്യൂ, ഫൈനൈറ്റ് ആൻഡ് നോൺ സീറോ വാല്യൂ തരികയാണെന്നുണ്ടെങ്കിൽ അതൊരു എനർജി സിഗ്നലായിരിക്കും. ഒരു സിഗ്നലിൻ്റെ എനർജി കണ്ടുപിടിക്കുമ്പം ആ എനർജി ഇ ഓഫ് എ സിഗ്നൽ ഫൈനൈറ്റ് വാല്യൂ തരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെന്തായിരിക്കും? ഒരു എനർജി സിഗ്നലായിരിക്കും. ഒരു എനർജി സിഗ്നൽ ഇൻഫൈനൈറ്റ് വാല്യൂ, എനർജി ഓഫ് എ സിഗ്നൽ ഇൻഫൈനൈറ്റ് വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ ആവറേജ് പവർ എന്ന് പറഞ്ഞ സാധനം ഒന്നുകിൽ എന്തായിരിക്കും? ഫൈനൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ആയിരിക്കും. അപ്പോൾ ആവറേജ് പവർ ഓഫ് എ സിഗ്നൽ ഇസ് ഫൈനൈറ്റ് ആൻഡ് നോൺ സീറോ തരികയാണെങ്കിൽ ആ സിഗ്നൽ എന്തായിരിക്കും? പവർ സിഗ്നലായിരിക്കും. ഓക്കെ.
ഇനി periodic and aperiodic signal. If a signal x of n is periodic with period n, then n greater than or equal to 0 if and only if x of n is equal to n for all values of n. If x of n plus n not equal to x of n, then signal is called a aperiodic signal. എന്താ പീരിയോഡിക്കും എന്താ അപ്പീരിയോഡിക്കും എന്ന് നമുക്ക് നോക്കാം. നമ്മൾ സാധാരണ പഠിച്ച പോലെ തന്നെ n equal to 0, 1, 2, 3, minus 1, minus 2, minus 3, minus 4. The one magnitude 1, 2, 3, 4. The 1, 2, 3, 4 ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. സപ്പോസ് ഇതിൻ്റെ പീരിയോഡ് എന്ന് പറഞ്ഞ സാധനം n ഈക്വൽ ടു 4 ആണെന്ന് വിചാരിക്കാം. നമ്മുടെ ഇക്വേഷൻ പീരിയോഡിക് സിഗ്നൽ എന്തായിരിക്കണം? എക്സ് ഓഫ് n പ്ലസ് n ഈക്വൽ ടു എക്സ് ഓഫ് n for all values of n. ഇവിടെ നോക്കിയേ -4 എക്സ് ഓഫ് -4 ആണിത്, പ്ലസ് 4 തരാം എന്തായിരിക്കും എക്സ് ഓഫ് 0. അപ്പോൾ ഈ വാല്യൂയും സെയിം ആണ് അല്ലേ? എക്സ് ഓഫ് -4 പ്ലസ് n അല്ലേ? -3 പ്ലസ് 4 1 കിട്ടിയില്ലേ? അപ്പം ഇത് 2ഉം 2 എന്താണ് സെയിം ആണ്. എക്സ് ഓഫ് -2 പ്ലസ് 4 2 അല്ലേ? എക്സ് ഓഫ് 2 അല്ലേ? അപ്പോൾ 3 എക്സ് ഓഫ് -1 പ്ലസ് 4 എന്താ 3 ആണ്. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇത് അടുത്തെന്തായിരിക്കും ഇതേപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? പീരിയോഡിക് സിഗ്നൽ എന്ന് പറയാം. നമ്മൾ സാധാരണ പീരിയോഡിക് സിഗ്നൽ നമ്മൾ അനലോഗ് ഇല്ലാത്ത എങ്ങനെ പറയാം? ഇങ്ങനെ ഒരു പീരിയോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിം സാധനം തന്നെ റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ പീരിയോഡിക് സിഗ്നലാണെന്ന് പറയാം. ഇവിടെ നോക്കിയാൽ എക്സ് ഓഫ് n പ്ലസ് n ഈക്വൽ ടു എക്സ് ഓഫ് n ഫോർ ഓൾ വാല്യൂസ് ഓഫ് n and n capital N should be greater than 0, then that kind of signal is known as periodic signal. Otherwise signal is said to be aperiodic signal. അതല്ലെങ്കിൽ എന്തായിരിക്കും? സിഗ്നൽ അപ്പീരിയോഡിക് ആയിരിക്കും. മനസ്സിലായല്ലേ? അതാണ് എന്ത് പീരിയോഡിക് സിഗ്നലും അപ്പീരിയോഡിക് സിഗ്നലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. ഇനി നെക്സ്റ്റ് സിമെട്രിക് ആൻഡ് അസിമെട്രിക് സിഗ്നൽ, ആൻറ്റിസിമെട്രിക് സിഗ്നൽ ഓർ ഈവൺ സിഗ്നൽ ഓർ ഓഡ് സിഗ്നൽ അങ്ങനെ നമുക്ക് പറയാം. ഈവൻ സിഗ്നൽ എന്നും ഓഡ് സിഗ്നൽ എന്ന് പറയാം, അല്ലെങ്കിൽ സിമെട്രിക് ആൻഡ് ആൻറ്റിസിമെട്രിക് എന്ന് പറയാം. ഇഫ് എക്സ് ഓഫ് n is equal to എക്സ് ഓഫ് -n, then it's a symmetric signal. If x of n x of -n is equal to minus x of n, then x is equal to x of n is a antisymmetric signal. ഒന്നുമില്ല, എക്സ് ഓഫ് എന്നും എക്സ് ഓഫ് -n സെയിം ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അത് സിമെട്രിക് ആയിരിക്കും എന്ന് പറയും, ഇല്ലെങ്കിൽ ആൻറ്റി സിമെട്രിക് ആയിരിക്കും എന്ന് പറയും. അത് വരച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. n is equal to 0 ആണെന്ന് വെച്ചാൽ ഈ രണ്ട് സൈഡിലുള്ള സാധനം സെയിം വാല്യൂ ആവുകയാണെങ്കിൽ
ഈക്വൽ ടു 0, ഇത് 1 മൈനസ് 1. അപ്പോൾ എക്സ് ഓഫ് നമ്മുടെ ഇക്വേഷൻ്റെ എക്സ് ഓഫ് മൈനസ് എൻ ഈക്വൽ ടു എക്സ് ഓഫ് എൻ. അല്ലേ? അപ്പം എക്സ് ഓഫ് മൈനസ് 1 ഈക്വൽ ടു എക്സ് ഓഫ് 1 ആയിരിക്കും അല്ലേ? എക്സ് ഓഫ് മൈനസ് 1 ഈക്വൽ ടു എക്സ് ഓഫ് 1 അല്ലേ? ഇത് രണ്ടും ഈക്വൽ ആവണം. എക്സ് ഓഫ് മൈനസ് 2 ഈക്വൽ ടു എക്സ് ഓഫ് 2 ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. എക്സ് ഓഫ് മൈനസ് 3 ഈക്വൽ ടു എക്സ് ഓഫ് 3 ആയിരിക്കണം. ഇങ്ങനെയെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിഗ്നൽ എന്തായിരിക്കും? സിമെട്രിക് സിഗ്നൽ ആയിരിക്കും, ഓർ ഈവൻ സിഗ്നൽ ആയിരിക്കും. അതല്ലാത്ത കണ്ടീഷൻസ്, അതായത് എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് ഓഫ് എൻ, അതായത് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ, അപ്പോൾ ഇവിടുത്തെ വാല്യൂ നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ എക്സ് ഓഫ് മൈനസ് എൻ ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് തന്നെ ചേഞ്ച് ചെയ്യണം, നെഗറ്റീവ് വാല്യൂയിലേക്ക് വരണത്. ഇതിന് കറസ്പോണ്ടിങ് നെഗറ്റീവ് വാല്യൂ. ഇതിൻ്റെ ജസ്റ്റ് നെഗറ്റീവ് വാല്യൂ, ഇതിൻ്റെ ജസ്റ്റ് നെഗറ്റീവ് വാല്യൂ. ഇങ്ങനെ വരികയാണെങ്കിൽ അതെന്തായിരിക്കും? ഓഡ് സിഗ്നൽ ആയിരിക്കും. എക്സ് ഓഫ് മൈനസ് എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് ഓഫ് എൻ അല്ലേ? മാഗ്നിറ്റ്യൂഡ് തന്നെ മൈനസ് ആയിരിക്കും. ഇവിടെ 2 ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? -2 ആയിരിക്കും. -2. ഇവിടെ -1 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? +1 ആയിരിക്കും. ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ -3 ആയിരിക്കും. അങ്ങനെ എക്സ് ആക്സിസ് 0 ആയിട്ടുള്ള എക്സ് ആക്സിസിന് രണ്ട് സൈഡിലുള്ളതും ഓപ്പോസിറ്റ് മാഗ്നിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? സെയിം മാഗ്നിറ്റ്യൂഡും ഓപ്പോസിറ്റ് സൈനും ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ഓഡ് സിഗ്നൽ എന്ന് പറയും. അപ്പം 3 ടൈപ്പ് സിഗ്നലാണ് നമ്മൾ പഠിച്ചത്. എനർജി ആൻഡ് പവർ സിഗ്നൽ. ഒരു സിഗ്നൽ ഒന്നുകിൽ എനർജി സിഗ്നൽ ആയിരിക്കും, അല്ലെങ്കിൽ പവർ സിഗ്നൽ ആയിരിക്കും. ആ സിഗ്നൽ ചിലപ്പോൾ എന്തായിരിക്കും? സിമെട്രിക് ആയിരിക്കും, ആൻറ്റി സിമെട്രിക് ആയിരിക്കും. ആ സിഗ്നൽ പീരിയോഡിക് ആയിരിക്കാം, അപീരിയോഡിക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിന്ന് പഠിച്ചത്. മനസ്സിലാവുന്നില്ലെങ്കിൽ ഏത് പോയിന്റ്